2019 എ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ പാളി ചെമ്പാക്കി മാറ്റിയതെന്ന സംശയങ്ങൾ നീങ്ങി. അത് എങ്ങനെ ആരൊക്കെയാണ് ചെയ്തതെന്ന് വിജിലൻസ് അക്കമിട്ട് നിരത്തുകയാണ്. ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് 1998 ദ്വാരപാലക ശില്പത്തിന്റെ പാളി സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ 2019 അത് വെറും ചെമ്പ് തകിടാക്കി സ്വർണം പൂശാനായി ദേവസ്വം ബോർഡിന് ശുപാർശ നൽകി തട്ടിപ്പുകാരന്റെ റോൾ മുരാരി ഗംഭീരമാക്കി. 2024 മുരാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പിനായി വഴിയൊരുക്കിയത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിനും സ്വർണമാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അത് ചെമ്പുപാളിയാണെന്ന് ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് സുധീഷ് കുമാർ കത്തയച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം തട്ടിയെടുക്കാനായി വെറും ചെമ്പ് തകിടാണെന്ന് മഹസറിലും എഴുതി. മാത്രമല്ല, സന്നിധാനത്ത് നിന്ന് പാളി അഴിച്ചെടുക്കുമ്പോൾ അവിടെ ഇല്ലാത്തവരുടെ പേരുകൾ എഴുതി ചേർത്തയാളാണ് സുധീഷ് കുമാർ. ദേവസ്വം സെക്രട്ടറിയായിരുന്ന എസ് ജയശ്രീ ബോർഡ് മിനിറ്റ്സിൽ എഴുതിയതിന് വിരുദ്ധമായി ചെമ്പ് തകിടാണെന്ന് എഴുതി വെച്ചു. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു പാളി പോറ്റിക്ക് ഇളക്കി കൊടുക്കുമ്പോൾ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്മിത്തിനടക്കം ആർക്കും അദ്ദേഹം മേൽനോട്ട ചുമതല നൽകിയുമില്ല. ഗുരുതര വീഴ്ചയാണ്. തട്ടിപ്പ് 2019 തന്നെ പുറത്തു വരാനുള്ള അവസരമാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ പ്രവൃത്തിയിലൂടെ ഇല്ലാതായത്. പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ച് ഭാരം നോക്കിയപ്പോൾ സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്തപ്പോഴുള്ള ഭാരമല്ലെന്ന് മഹസറുമായി ഒത്തുനോക്കി കണ്ടെത്തിയില്ല. സ്വർണം പൂശിയ ശേഷം പോറ്റിക്ക് തന്നെ കൊടുത്തുവിടുകയും ചെയ്തു. ഈ പ്രവൃത്തി കാരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെന്നൈയിലും ബംഗളൂരുവിലും കേരളത്തിലുമെല്ലാം വീടുകളിലടക്കം ദ്വാരപാലക ശില്പത്തിന്റെ പാളി പ്രദർശിപ്പിച്ച് പൂജയ്ക്കും പണപ്പിരിവിനുമെല്ലാം വഴിയൊരുക്കിയത്. 11 ദിവസത്തിന് ശേഷം പാളി സന്നിധാനത്ത് പുനഃസ്ഥാപിക്കുമ്പോഴും RG രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ VS രാജേന്ദ്ര പ്രസാദും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന രാജേന്ദ്രൻ നായരും പാളിയുടെ കാര്യത്തിൽ മാത്രമല്ല സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിലും വലിയ പിഴവ് വരുത്തി. 2019 പോറ്റി പാളി സ്വർണം പൂശി തിരിച്ചെത്തിച്ചപ്പോൾ രാജേന്ദ്ര പ്രസാദ് തൂക്കി നോക്കിയില്ല. ഇതുമാത്രമല്ല, 2021 സ്വർണം പൂശിയ പീഠത്തിന്റെ വിവരം തിരുവാഭരണ രജിസ്റ്ററിലടക്കം എഴുതാതെ രാജേന്ദ്ര പ്രസാദിന് പുറമെ രാജേന്ദ്രൻ നായർക്കും ഗുരുതര വീഴ്ചയുണ്ടായി. അതാണ് 2025 പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയ പീഠം. അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുനിൽകുമാറിനും AO ആയിരുന്ന ശ്രീകുമാറിനും സ്വർണം പൊതിഞ്ഞ പാളിയാണ് ചെമ്പാക്കി പോറ്റിക്ക് കൊടുത്തതെന്ന് അറിയാമായിരുന്നു. സ്വർണ്ണക്കടത്തിന് വഴിയൊരുക്കിയവർക്ക് അയ്യപ്പനെല്ലാം കാണുന്നു എന്നൊരു ചിന്ത പോലും ഉണ്ടായില്ല. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പോലും പറ്റിച്ച് ഈ സംഘം വഴിയൊരുക്കി. തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയ മൊഴി ദ്വാരപാലക ശില്പത്തിലെ പാളി സ്വർണമെന്നായിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ എഴുതിയ മഹസറിൽ തന്ത്രിയുടെ പേര് എഴുതി ചേർത്തു. പക്ഷേ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ടായി. തന്ത്രിയുടെ ഒപ്പില്ലെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. ഇനിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകം. അയ്യപ്പന്റെ സ്വത്ത് ആസൂത്രിതമായി തട്ടിയെടുത്തവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ ഒത്താശ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.